ഹായ്, SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ഫിനോമിനനാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, മക്കളെ എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിനുണ്ടാകുന്ന പാത്തിൻ്റെ ബെൻഡിങ്ങിനെയാണ് അല്ലെങ്കിൽ പാത്തിൻ്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ, അതായത് റിഫ്ലക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? റിഫ്ലക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈറ്റ് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കുന്നത് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻ നടക്കുന്നത് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്ട്സിലായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വസ്തുക്കളിലായിരിക്കും ലൈറ്റ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. സോ വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ, it bends from its path. This phenomenon is called refraction of light. ഈ ഫിനോമിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി what is the reason for refraction? എന്താണ് റിഫ്രാക്ഷൻ്റെ കാരണം? The reason for refraction is due to the change in speed of light. സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ ലൈറ്റിനുണ്ടാകുന്ന സ്പീഡിൻ്റെ വ്യതിയാനത്തിന് അല്ലെങ്കിൽ ചേഞ്ച് മൂലമാണ് എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. ഉദാഹരണം, ലൈറ്റിൻ്റെ സ്പീഡ് വാക്വത്തിൽ നിങ്ങൾക്കറിയാം, ലൈറ്റിൻ്റെ സ്പീഡ് വാക്വം എന്ന് പറയുന്ന ഇതിൽ എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ലൈറ്റ് ആ വാക്വത്തിൽ നിന്ന് അല്ലെങ്കിൽ എയറും വാക്വം പൊതുവേ നിങ്ങൾ 3 × 10⁸ എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് ഗ്ലാസ്സിലേക്ക് മാറുവാണെങ്കിൽ, പെട്ടെന്ന് ലൈറ്റ് എന്ത് ചെയ്യും? ഗ്ലാസ്സിലേക്ക് മാറുവാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എന്താവും? ഒരു 2 × 10⁸ മീറ്റർ/സെക്കൻഡായി മാറി എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1ൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ആക്ച്വലി മക്കളെ 1ൻ്റെ വ്യത്യാസം അല്ല ഉള്ളത്. 1 × 10⁸ മീറ്റർ/സെക്കൻഡ് സ്പീഡ്, അത്രയും 10ൻ്റെ അപ്പുറത്ത് നമ്മൾ 8 പൂജ്യം ഇടുന്ന അത്രയും വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ. നമ്മൾ ഇവിടെ എഴുതുമ്പോൾ 3 × 10⁸ 2 × 10⁸ എന്നും എഴുതുന്നെങ്കിലും ഇവിടെ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വാല്യൂ ആണ്. സോ അങ്ങനെ സഡനായിട്ട് അവിടെ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും? ലൈറ്റിൻ്റെ പാത്തിന് എന്തുണ്ടാവും? ഒരു ഡീവിയേഷൻ ഉണ്ടാവും. ഓർത്തോണം, വാട്ട് ഈസ് ദ റീസൺ ഫോർ റിഫ്രാക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ സ്പീഡിന് വരുന്ന ചേഞ്ച് മൂലമാണ് എന്ത് നടക്കുന്ന? റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻ നടക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. സോ ഇനി റിഫ്രാക്ഷനകത്ത് വരുന്ന ടേംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന ടെർമിനോളജീസ് നമ്മൾ നേരത്തെ പഠിച്ച കണക്ക് തന്നെ ഇവിടെയും എന്തുണ്ട്? ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ട്. ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നിടിക്കുന്ന റേ ആണ് ഇൻസിഡൻറ്റ് റേ. ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഇനി ഇവിടെ റിഫ്രാക്ഷൻ ആയതുകൊണ്ട് ഈ റേ പറയുന്ന പേര് റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കും. സോ ഇൻസിഡൻറ്റ് റേ ഉണ്ട്, റിഫ്രാക്റ്റഡ് റേ ഉണ്ട്. നേരത്തെ റിഫ്ലക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഉണ്ട്. എവിടെയാണോ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു പോയിന്റിനെയാണ്, O എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കാറുള്ളത്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോർമൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോർമൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. നോർമൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആ നോർമലും ഇൻസിഡൻറ്റ് റേയും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ I എന്ന് വിളിക്കുന്നത്. ആ Iയെ പറയുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. Iയെ പറയുന്ന പേര് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ്. ദെൻ അടുത്തത് റിഫ്രാക്റ്റഡ് റേയും, റിഫ്രാക്ഷൻ സംഭവിച്ച റേയും നോർമലുമായി മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്യും അല്ലേ? ആ Rനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്ന ഈ ഒരു റേയാണ്. ക്ലിയർ ആണ്? ടെർമിനോളജി ഒക്കെ വളരെ ക്ലിയർ ആണ്. സോ Iയും R. ഇനി നമുക്കിവിടെ ഉള്ളത് എന്താണ്? ഒരു റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും പല പല മീഡിയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റമാണ്. ആ മാറ്റത്തിന് മുമ്പ് നമുക്ക് 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് മീഡിയം ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയം, രണ്ടെന്ന് പറയുന്നത് ഡെൻസർ മീഡിയമാണ്. സോ എന്താണ് റെയറർ മീഡിയം, എന്താണ് ഡെൻസർ മീഡിയം? ഇപ്പോൾ റെയറർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയം, റെയറർ മീഡിയവും പിന്നീട് നമുക്കുള്ളത് ഡെൻസർ മീഡിയമാണ്. അപ്പോൾ മക്കളെ റെയറർ മീഡിയം എന്താണെന്ന് ചോദിച്ചാൽ 2 മീഡിയം, ഇപ്പോൾ ലൈറ്റ് ഇപ്പം പല പല മീഡിയത്തിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് ഒരു റെയർ മീഡിയം ആണോ സാറേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ടർ ഒരു റെയർ മീഡിയം ആണോ, അല്ലെങ്കിൽ വാട്ടർ ഒരു ഡെൻസർ മീഡിയം ആണോ, ഡയമണ്ട് ഒരു ഡെൻസർ മീഡിയം ആണോ, ഡയമണ്ട് ഒരു റെയർ മീഡിയം ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നൊരു ഫിനോമിനൻ അത് ഒരു പെയർ ഓഫ് മീഡിയത്തിൽ നടക്കുന്ന കാര്യമാണ്. അതായത് ഒരു മീഡിയത്തിലൂടെ മാത്രം ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരിക്കലും റിഫ്രാക്ഷൻ നടക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈറ്റ് എയറിലൂടെ മാത്രം ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അവിടെ ഒരിക്കലും റിഫ്രാക്ഷൻ എന്നൊരു ഫിനോമിനൻ നടക്കില്ല.
പക്ഷേ എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് കെറോസിനിലേക്ക് പോവുകയാണ്. ഇങ്ങനെ മീഡിയം ചേഞ്ച് വരുമ്പോൾ മാത്രമേ അവിടെ റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൽ സംഭവിക്കൂ. സോ ഒരു റെയർ മീഡിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് രണ്ട് മീഡിയം അല്ലെങ്കിൽ എ പെയർ ഓഫ് മീഡിയം, ഞാൻ പറഞ്ഞു രണ്ട് മീഡിയം ഉണ്ടെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. ആ രണ്ട് മീഡിയത്തിനകത്ത് ഏത് മീഡിയത്തിലാണോ ലൈറ്റ് ഫാസ്റ്ററായി സഞ്ചരിക്കുന്നത് ആ മീഡിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെയർ മീഡിയം എന്ന് വിളിക്കുന്നത്. ഇനി ഈ കൂട്ടത്തിൽ ആരുടെ അടുത്താണോ ലൈറ്റ് സ്ലോവറായിട്ട് സഞ്ചരിക്കുന്നത് അത് എന്ത് മീഡിയം ആയിരിക്കും? ഇവിടെ ഡെൻസർ മീഡിയം ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം ലൈറ്റ് എയറിൽ കൂടെ ട്രാവൽ ചെയ്യണം. എയറിൽ ഈ പറഞ്ഞ കണക്ക് ചെറിയ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലാതെ വലിയ ഒപ്പോസിങ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. അതേസമയത്ത് അത് വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിലോ ആ മോളിക്യൂൾസ് കുറച്ചുകൂടി ടൈറ്റ്ലി പാക്ഡ് ആണ്. അവിടെ ലൈറ്റിന് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ അനായാസമായിട്ട് ഒരിക്കലും ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാവൽ ചെയ്ത് പോകാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ലൈറ്റിൻ്റെ എന്ത് കുറയും? സ്പീഡ് കുറയും. സോ ഡെൻസർ മീഡിയം ഈസ് എ മീഡിയം വെയർ ലൈറ്റ് ട്രാവൽസ് സ്ലോവർ ആൻഡ് റെയർ മീഡിയം ഈസ് എ മീഡിയം വെയർ ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്ററായി ട്രാവൽ ചെയ്യുന്ന ആ ഒരു മീഡിയത്തിന് നമ്മൾ റെയർ മീഡിയം എന്നും സ്ലോവറായി ട്രാവൽ ചെയ്യുന്ന ആ മീഡിയത്തിനെ നമ്മൾ ഡെൻസർ മീഡിയം എന്നും നമ്മൾ വിളിക്കും. ഇനി ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. സോ ഇതാ ഇവിടെ നോക്കുക, ഞാൻ പറയുന്നത് ലൈറ്റ് ഇതാ ഈ ഫസ്റ്റ് കേസ്, ഇതാ ഈ ഒരു കേസ് നിങ്ങൾ നോക്കേ, ഇതാ ഈ ഒരു കേസ്, ഇതാ ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ഇതാ റെയർ മീഡിയത്തിലേക്ക് പോവുകയാണ്. ഇതാ ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റെയർ മീഡിയത്തിലേക്ക് പോവാണ്. അപ്പോൾ ഓർത്തോണം, വെൻ എ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം, അതായത് ഇവിടെ മക്കളെ നോക്കിയോ, ഇവിടെ മീഡിയം ചേഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതാ ഇവിടെ ലൈറ്റ് യഥാർത്ഥത്തില്ല ഈ രീതിയിൽ അങ്ങ് പോവാണ്, കണ്ടോ? പക്ഷേ ഇവിടെ എന്ത് ചെയ്യും? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മാറുകയാണ്. സോ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കൂടും. സ്പീഡ് കൂടുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദി നോർമലിൽ നിന്ന് എന്ത് ചെയ്യും? വളരെ സ്പീഡിൽ തെറിച്ച് ദൂരേക്ക് പോകും. അപ്പോൾ ഓർത്തോണം, when light travels from a denser medium to a rarer medium, the light will bend away from the normal. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? ആ നോർമലിൽ നിന്ന് എവേ ആയിട്ട് പോകും. അതായത് when a light goes from a denser medium to a rarer medium, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ the light will bend away from the normal. ലൈറ്റ് എന്ത് ചെയ്യും? നോർമലിൽ നിന്ന് എന്ത് ചെയ്യും? ബെൻഡ് അവേ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ഒരു റെയർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന മീഡിയം, അവിടുന്ന് എന്ത് ചെയ്യും? ഒരു സ്ലോവറായിട്ട് പോകുന്ന ഒരു മീഡിയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ തെറിച്ചു പോകും. സ്പീഡ് കുറവാണെങ്കിൽ ഒരു ബ്രേക്കിംഗ് എഫക്റ്റാണ് ഇതെന്ത് ചെയ്യും? അടുത്തേക്ക് വരും. അപ്പോൾ ഓർത്തോണം, when a light travels from a rarer medium to a denser medium, ലൈറ്റ് എന്ത് ചെയ്യും? റെയർ മീഡിയത്തിൽ നിന്ന് തിരിച്ച് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. അതെന്ത് ചെയ്യും? ലൈറ്റ് എങ്ങോട്ട് വരും? ആ നോർമലിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ഈ രണ്ട് റൂളും ഓർത്തിരിക്കും. when a light goes from a rarer to denser, it will bend towards the normal. അപ്പോൾ ഓർത്തോണം, ഡെൻസർ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറഞ്ഞ ഏരിയ, റെയർ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടിയിടത്തോട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? തെറിച്ചങ്ങ് പോകും. അതാണ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഡെൻസർ അതായത് റെയറിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുവാണെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കുറയുമ്പോൾ ബ്രേക്ക് പിടിച്ച് അടുത്തേക്ക് വരുത്തുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങളുടെ ആ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ ഈ റൂൾ ഓർത്ത് വെച്ചേക്കണം, റൂളായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഒരു റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ, ആൻഡ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റ് കാണിക്കുന്ന ഒരു ഫിനോമിനനാണ്. അപ്പോൾ ഓർത്തോണം കേട്ടോ അതെങ്ങനെയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് റിഫ്രാക്ഷൻ എന്നുള്ളതിനകത്ത് വരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ റിഫ്ലക്ഷനിൽ പറഞ്ഞ അതേ നിയമം തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. നോക്കുക, അതാ ഇവിടുന്ന് വരുവാണ്, ഇതൊരു ഇൻസിഡൻറ്റ് റേ ആണ്, ഇതൊരു റിഫ്രാക്റ്റഡ് റേ ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് നിയമം പറയുന്നത് ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. ഇവരെല്ലാം എന്താണ്? ഒറ്റ പ്ലെയിനിലാണ് നിൽക്കുന്നത് എന്നാണ് ഫസ്റ്റിൽ പറയുന്നത്. ആ ലോയ്ക്ക് വേറെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാം ഒറ്റ പ്ലെയിനിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ലോ ആണ് ഇമ്പോർട്ടൻറ്റ്. ദ റേഷ്യോ ഓഫ് ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിവിടെ ഐ എന്ന് പറയുന്നൊരു ഇത് പഠിച്ചു അല്ലേ? ഇവിടെ നമുക്ക് ഐ ഉണ്ട്, ഇവിടെ നമുക്ക് ആറും ഉണ്ട്. ദ റേഷ്യോ ഓഫ് ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് ആര് പറയുന്നത്? ഈ പറഞ്ഞ കണക്ക്
ലോ ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത്. ആൻഡ് ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? സ്നെൽസ് ലോ എന്ന് വിളിക്കും കേട്ടോ. സ്നെൽസ് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റിഫ്രാക്ഷൻ. അപ്പം നേരത്തെ നമ്മൾ മുമ്പ് ഒരു ലോ പഠിച്ചിട്ടില്ലേ, ഓംസ് ലോ, ഇലക്ട്രിസിറ്റിക്കകത്ത് ഓംസ് ലോ. അപ്പോൾ ഇലക്ട്രിസിറ്റിയിലെ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ അതൊരു നെയിംഡ് ആയിട്ടുള്ള ഒരു ലോ ആണ്, ഒരാളുടെ പേരിൽ ഉള്ള ലോ ആണ്. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ അതും ഒരു പേരിലുള്ള ലോ ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്തണം, നമുക്ക് റീസണിങ് ഉൾപ്പെടെ ഉള്ളത് ഇത് ചോദിക്കാം അല്ലേ. ഓംസ് ലോ കറണ്ട്, അല്ലെങ്കിൽ ഓംസ് ലോ റെസിസ്റ്റൻസ്, സ്നെൽസ് ലോ ഡാഷ്. സ്നെൽസ് ലോ എന്താണ്? റിഫ്രാക്ഷൻ. റിഫ്രാക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ആണ് എന്ത് ലോ? സ്നെൽസ് ലോ എന്ന് പറയുന്നത്. സോ ഓർത്തോണം, n is equal to sin I by sin R എന്നുള്ള കാര്യം ഓർത്തോണം. n is equal to sin I by n is equal to അല്ല, sin I by sin R is equal to a constant. ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് n എന്ന് പറയുന്നത്. ആൻഡ് n is known as the refractive index. n എന്ന് പറയുന്നത് എന്താ മക്കളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ. n is equal to n is the refractive index. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്താണ് സാർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി ഗിവൺ മീഡിയം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ്, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി ഗിവൺ മീഡിയം. അതായത് ലൈറ്റിൻ്റെ വാക്വത്തിലുള്ള സ്പീഡും ഡിവൈഡ് ബൈ ലൈറ്റ് ആ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എപ്പോഴും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. സി എന്നുള്ളതിൻ്റെ വാല്യൂ എത്രയാണ്? സി ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സിയുടെ വാല്യൂ. അപ്പോൾ ലൈറ്റ് മറ്റൊരു മീഡിയത്തിലൂടെ ഒരു 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു C/V. കണ്ടോ, 3/2. ഇതിൻ്റെ ഇൻറ്റു 10⁸ മാറിപ്പോവും, ഇത്ര വരും 1.5. അപ്പോൾ ഇനി ഓർക്കേണ്ട കാര്യം, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല മക്കളെ? യൂണിറ്റ് ഇല്ല കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആസ് നോ യൂണിറ്റ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഫൈൻഡ് ദി ഓഡ് വൺ എന്നതിനകത്തൊക്കെ വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നിങ്ങൾ ഏത് കളയും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കളയണം. കാരണം ബാക്കിയുള്ള എല്ലാത്തിനും എന്തുണ്ട്? ഈ പറഞ്ഞ പോലെ യൂണിറ്റ് ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് മാത്രം എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാത്രമല്ല യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി, നമുക്ക് ഒരുപാട് യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ പറഞ്ഞ കണക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആസ് നോ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുമ്പോൾ തന്നെ എല്ലാവരും സ്പീഡിൻ്റെ റേഷ്യോ അല്ലേ സാറേ, അപ്പം മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി കാണും. എഴുതരുത്. കാരണം രണ്ട് സ്പീഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് സ്പീഡാണ്, ഇതും സ്പീഡാണ്. സ്പീഡും ക്യാൻസൽ ആയി പോകും കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് ഇതിന് എന്തില്ലാത്തത്? യൂണിറ്റ് ഇല്ലാത്തത് കേട്ടോ. സോ അപ്പോൾ മക്കളെ ഓർത്തോണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മെറ്റീരിയൽ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ്, ഇപ്പോൾ 2 മെറ്റീരിയൽ ഉണ്ട്, അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഡെൻസർ മീഡിയമായിട്ട് എപ്പോഴും നമ്മൾ എടുക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ആളായിരിക്കും റെയറർ മീഡിയം കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇവിടെ നോക്കുക, ഇവിടെ ഒരുപാട് ഇത് വന്നിട്ടുണ്ടല്ലേ. വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഐസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഗ്ലിസറിൻ, ഫ്ലെയിം ഗ്ലാസ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ 2 മീഡിയംസ് സെലക്ട് ചെയ്യാണ്. ഇപ്പം ഞാനിപ്പോൾ വാട്ടറും ഗ്ലാസും എടുക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് റെയർ മീഡിയം, ഏതാണ് ഡെൻസർ മീഡിയം എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിലേക്ക്. ഇതാ ഇവിടെ നിങ്ങൾ നോക്കുക, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 1.33 ആണ്. ആൻഡ് ഗ്ലാസിൻ്റെ എത്ര ആയിരിക്കും? 1.52 ആണ്. സോ ഇതിൽ ആർക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? ഇതാ 1.52 ഉള്ള ഗ്ലാസിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. സോ ഈ ഒരു കേസിൽ നമ്മൾ വാട്ടറിനെ ആരായിട്ട് കൺസിഡർ ചെയ്യും? റെയറർ മീഡിയമായിട്ട് കൺസിഡർ ചെയ്യും. ഗ്ലാസിനെ നമ്മൾ ആരായിട്ട് കൺസിഡർ ചെയ്യും? ഡെൻസർ മീഡിയമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഗുണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡെൻസർ മീഡിയത്തിന് റെയറർ മീഡിയത്തിന് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നത്. എവിടെ നിന്നാണ്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിസിലാണ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടോ കേട്ടോ. ഡയറക്റ്റ് പ്രോബ്ലം തന്നെ, ഈ ഞാൻ ആദ്യം ചെയ്താണ് അതിൻ്റെ പ്രോബ്ലം. ഇനി നേരെ തിരിച്ച്, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഈസ് 2. ഒരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണ് അല്ലേ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം? ആ മീഡിയത്തിലെ സ്പീഡ് എത്രയാണ്? ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ നമ്മുടെ ഉത്തരം? n is equal to C/V ആണ്. അങ്ങനെയാണെങ്കിൽ V is equal to C/N ചെയ്താൽ പോരെ, മതി. അപ്പോൾ സിയുടെ വാല്യൂ എത്ര? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്ര? 2 ആണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്ര ആയിരിക്കും? 1.5 × 10⁸ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ആ ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. സോ മക്കളെ, ഇതണക്കത്തുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ.
ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം. ആൻഡ് പിന്നെ ഈ ഒരു വാല്യൂ ഞാൻ ജസ്റ്റ് തന്നെന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള മെറ്റീരിയലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള മെറ്റീരിയൽ ആരാണ്? ഡയമണ്ട് ആണ് കേട്ടോ. 2.42 ആണ് ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 2.42 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയ മെറ്റീരിയൽ ഈസ് എ ഡയമണ്ട് കേട്ടോ. ഡയമണ്ട് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയ മെറ്റീരിയൽ ഡയമണ്ട് ആണ്. അതിൽ ഏറ്റവും കുറവ് എന്തിനാണ്? വാക്വത്തിലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരിക്കലും 1-നേക്കാളും കുറയില്ല കേട്ടോ. അങ്ങനെ ഒരു കേസ് ഒരിക്കലും വരില്ല. 1-നേക്കാളും കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയലും ഇല്ല കറൻലി. ഇനി നാളെ കണ്ടുപിടിച്ചെന്നിരിക്കാം കേട്ടോ. ലൈറ്റിനേക്കാളും സ്പീഡ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ വാക്വത്തിലും അല്ലെങ്കിൽ ലൈറ്റിനേക്കാളും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടാക്യോൺസ് പോലുള്ള മെറ്റീരിയൽ ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ ഒപ്റ്റിക്സോട് ബന്ധപ്പെട്ടൊന്നും വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരിക്കലും 1-നേക്കാളും താഴെ വരില്ല. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയം ഇനി ഭാവിയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ. സയൻസിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അതെല്ലാം സയൻസ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കെപ്ലർ ലോ ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ കെപ്ലർ ലോ നിലവിലില്ല. ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ പഠിച്ച പല ലോസും ഇല്ലെന്ന് പഠിക്കാം. അതാണ് സയൻസിൻ്റെ പ്രത്യേകത കേട്ടോ. സോ അപ്പോൾ നോക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് ആർക്കാണ്? വാക്വത്തിലാണ്. വാക്വത്തിനേക്കാളും കുറവ് അല്ലെങ്കിൽ 1-നേക്കാളും കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ ഇല്ല കേട്ടോ. സോ ദെൻ ഇനി നമ്മൾ റിഫ്രാക്ഷനിൽ വരുന്ന മറ്റൊരു ഫിനോമിനനാണ് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻറ്റ് ഡെപ്ത് എന്നുള്ളൊരു ഫിനോമിനൻ. ഇപ്പോൾ റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻറ്റ് ഡെപ്ത് എന്താണ് മക്കളെ? റിയൽ ഡെപ്ത് എന്താണ് മക്കളെ? അപ്പാരൻറ്റ് ഡെപ്ത്. മക്കളെ റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്ന് വിചാരിക്കുക. സ്വിമ്മിംഗ് പൂളിന് കുറേ സ്റ്റെപ്പുണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെപ്പ് അത്യാവശ്യം ഒരു പൊക്കത്തിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കാല് വെച്ചാൽ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ആഴം കൂടുതലാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിഫ്രാക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനാണ്. എന്തെന്ന് പറഞ്ഞാൽ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ വാട്ടറിനെ പോലുള്ള അല്ലെങ്കിൽ ഗ്ലാസ്സിലൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി മുകളിലാണ് അതിൻ്റെ താഴെ കിടക്കുന്ന ഒബ്ജക്റ്റ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ബോക്സ് ഏറ്റവും താഴെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു വെള്ളത്തിൻ്റെ ഡെപ്തിൽ തന്നെയാണ് എന്ത് കിടക്കുന്നത്? ഈ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നത്. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മുകളിൽ നിന്ന് ഇവിടുന്ന് ഒരാൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റ് കുറച്ച് മുകളിലേക്ക് റേസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നും. ക്ലിയറാ. അപ്പം അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ആക്ച്വൽ ഡെപ്ത് എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം കാണുന്ന ഡെപ്തിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് വിളിക്കുന്നത്. ആക്ച്വൽ ഡെപ്തിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് റിയൽ ഡെപ്ത് എന്നാണ് കേട്ടോ. ഇനി ഇവർ തമ്മിലുള്ള ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, റിയൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ഷിഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരുന്നോണം. ഇനി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് മൈനസ് അപ്പാരൻറ്റ് ഡെപ്ത്. സോ റിയൽ ഡെപ്ത് മൈനസ് അപ്പാരൻറ്റ് ഡെപ്തിനെയാണ് നമ്മൾ ഷിഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി റിയൽ ഡെപ്തിൻ്റെയും അപ്പാരൻറ്റ് ഡെപ്തിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ റേഷ്യോ ഓഫ് ദി റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്, റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ എന്ത് കിട്ടും? എൻ കിട്ടും, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അതായത് വാട്ടറിനാണെങ്കിൽ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കെറോസിനാണെങ്കിൽ കെറോസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ മക്കളെ റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത് ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിയൽ ഡെപ്തിനെ അപ്പാരൻറ്റ് ഡെപ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഈ പറഞ്ഞ പോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇനി നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണെന്ന് ചോദിക്കാം അല്ലേ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് 1.5 എന്ന് വിചാരിക്കുക. ഞാൻ 1.33 ആണ്, ഞാൻ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ 1.5 കൊടുക്കുക. അപ്പം ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് 1.5 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് എ പേഴ്സൺ ഫ്രം ദി ടോപ്പ്, ഒരു മുകളിൽ നിന്ന് ഒരു പേഴ്സൺ എന്ത് ചെയ്യും? അത് നോക്കുമ്പോഴത്തേക്ക് വ്യൂഡ് ഫ്രം ദി ടോപ്പ് അയാൾക്ക് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്പിയേഴ്സ് ടു ബി 6 മീറ്റർ ഡെപ്ത്. എന്ത് ചെയ്യും? അത് 6 മീറ്റർ ഡീപ്പായിട്ട് അയാൾക്ക് അപ്പിയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിയൽ ഡെപ്ത് ഓഫ് ദി പോണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ? എൻ ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്. അങ്ങനെ നമുക്ക് റിയൽ ഡെപ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പാരൻറ്റ് ഡെപ്ത് ഇൻറ്റു എൻ ചെയ്താൽ മതി. ഇവിടെ അപ്പാരൻറ്റ് ഡെപ്ത് എത്രയുടെ? 6 ആണ് ഇൻറ്റു 1.5. കണ്ടോ എത്ര വരും ഇവിടെ? 9 മീറ്റർ. അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര ആയിരിക്കും? 9 മീറ്റർ ഡെപ്ത് ആയിരിക്കും ഉള്ളത്. പക്ഷേ അയാൾക്ക് കാണുമ്പോൾ എത്രയായിട്ടേ തോന്നത്തുള്ളൂ? ഈ പറഞ്ഞ കണക്ക് 6 മീറ്റർ ഡീപ്പായിട്ടേ അയാൾക്ക് തോന്നത്തുള്ളൂ. സോ ഇങ്ങനത്തുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഷിഫ്റ്റ് എത്രയാണെന്ന് ചോദിക്കാം. എന്താ ഷിഫ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ഡെപ്തായ 9 മൈനസ് അപ്പാരൻറ്റ് ഡെപ്തായ 6 ചെയ്താൽ മതി. എത്രയായിരിക്കും? 3 ആയിരിക്കും കിട്ടും അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ ഇത്രേ ഉള്ളൂ. അയാൾക്ക് അപ്പിയർ ചെയ്ത് എത്ര എന്നാണ്? ഈ പറഞ്ഞ പോലെ 6 മീറ്റർ ആയിട്ടാണ് അയാൾ അപ്പിയർ ചെയ്തത്. അപ്പോൾ ആക്ച്വലി എത്ര വന്നത്? നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ ആക്ച്വലി എത്ര വന്നത്? 9 ആണ് വന്നത്.
സോ ഇത് മൊത്തത്തിൽ 9, അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 3 ആയിരിക്കും. സോ ഈ ടൈപ്പുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസേ ചോദിക്കത്തുള്ളൂ. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഓർത്തിടുക. ഷിഫ്റ്റ് ഇസിക്കൽ ടു റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത്, n ഇസിക്കൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. ആ റിയൽ ഡെപ്തിനെ അപ്പാരന്റ് ഡെപ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർമ്മയിലൊന്ന് വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. സോ മക്കളെ, ഇനിയുള്ള ഒരു വാല്യൂ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള ടേം. ക്രിട്ടിക്കൽ ആംഗിൾ പുറത്തോണം. ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളൊരു ടേം എപ്പോഴും വരണമെങ്കിൽ ലൈറ്റ് റേ എപ്പോഴും ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളൊരു ആംഗിൾ അവിടെ വരുള്ളൂ. ഉദാഹരണത്തിന് ഇതാ അവിടെ നോക്കുക. ഒരു ലൈറ്റ് റേ ഈ പറഞ്ഞ പോലെ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഇതുപോലെ റെയർ മീഡിയത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പം സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. ഇനി കുറച്ചുകൂടി ചരിഞ്ഞാണ് ഇത് പോകണമെങ്കിലോ എന്ത് ചെയ്യും? ഇത് കുറച്ചുകൂടി എന്ത് ചെയ്യും? ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. കുറച്ചുകൂടി ചരിഞ്ഞാലോ ഇതാ കുറച്ചുകൂടി ബെൻഡ് ചെയ്യും. കണ്ടോ? ഇനി ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇനി ഇതിലും കൂടുതലാണെങ്കിലോ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ സർഫസിലൂടെ കടന്നു. അതായത് ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഡിഫ്ലക്ടർ അല്ലെങ്കിൽ ആ റിഫ്രാക്ഷന് ശേഷം അതെന്ത് ചെയ്യും? ആ ബൗണ്ടറിയിലൂടെ അല്ലെങ്കിൽ ആ മീഡിയത്തിൻ്റെ സർഫസിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോറി, ഇതായിരിക്കും ആംഗിൾ. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 90. ഇതാ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇത് ആദ്യം 30 ഡിഗ്രി ആയിരുന്നു കാണും, പിന്നെ ആയപ്പോൾ അത് 60 ആയി, പിന്നെ വളഞ്ഞപ്പോൾ അത് 90 ഡിഗ്രി ആവും. അതായത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. കണ്ടോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെച്ച് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ പ്രൊജക്റ്റ് ചെയ്തപ്പോഴാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായത്? 90 ഡിഗ്രി ആയത്. അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ്റെ സർഫസിലൂടെ സർഫസിലൂടെ എങ്ങനെയാണോ പോയത് ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക മക്കളെ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ എ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ദി റെയർ മീഡിയം ഈസ് എത്രയുടെ? 90 ഡിഗ്രി. ഇപ്പം 90 ഡിഗ്രി ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദി ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയത്തിനകത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക മക്കളെ? അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. 42 ഡിഗ്രിയാണ് ടെക്സ്റ്റിനകത്തുള്ള വാല്യൂ. വാട്ടറിൻ്റെ 49 ഡിഗ്രിയാണ്. ഈ പറഞ്ഞ കണക്ക് ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ വളരെ കുറവാണ്. ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 24 ഡിഗ്രിയാണ്. വളരെ കുറവാണ് കേട്ടോ ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. സോ ഡയമണ്ട് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ 24 ഡിഗ്രിയാണ്. പക്ഷേ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ പഠിച്ചു വെച്ചോണം, 42 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ പഠിച്ചു വെച്ചോണം. അപ്പോൾ ഇനി എന്തിനാണ് ഞാൻ ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ മക്കളെ ഞാൻ പറഞ്ഞു, ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ വന്നപ്പോഴത്തേക്ക് ലൈറ്റ് ഇങ്ങനെ ഈ രീതിയിൽ പോയി, ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ അങ്ങ് പോയി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക മക്കളെ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലിയൊരു ആംഗിളിലാണ് ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നെങ്കിലോ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും എക്സാമ്പിൾ ഇവിടുന്ന് ഇങ്ങനെയാണ് വരുന്നെങ്കിലോ, ഇനി ഇവിടെ ബെൻഡ് ചെയ്യാൻ സ്ഥലമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ലൈറ്റ് ഇങ്ങനെ ആയിരിക്കും ബെൻഡ് ചെയ്ത് പോയി, വീണ്ടും കൂടിയപ്പോൾ സർഫസിലൂടെ പോയി, അത് കഴിഞ്ഞ് വീണ്ടും കൂട്ടിയാലോ ഇനി സ്പേസിലൂടെ പോകാൻ സ്ഥലമുണ്ടോ? ഇല്ല. സോ ഇതെന്ത് ചെയ്യും? ഇൻസ്റ്റെഡ് ഓഫ് റിഫ്രാക്ഷൻ ദ ലൈറ്റ് വിൽ ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി സെയിം മീഡിയം അല്ലേ. ഇനി ഈ ഒരു ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലിയൊരു ആംഗിളിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നതെങ്കിൽ റിഫ്രാക്ഷന് പകരം അവിടെ നടക്കുന്ന ഫിനോമിനൻ റിഫ്ലക്ഷൻ ആയിരിക്കും. കാരണം അങ്ങോട്ട് പോകാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് തിരിച്ച് എന്ത് ചെയ്യും? അതേ മീഡിയത്തിലേക്ക് തിരിച്ച് വരും. അങ്ങനെ വരുന്ന ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് whenever the angle of incidence is greater than the critical angle of incidence is greater than the critical angle, the light ray instead of refraction will reflect it back to the same medium. അപ്പോൾ റിഫ്രാക്ഷന് പകരം ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. എവിടെ? തിരിച്ച് ആ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഞാൻ പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ട് കണ്ടീഷനാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാവാൻ ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ, അത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് തന്നെ പോകണം. കണ്ടോ?
ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് തന്നെ പോകണം, എങ്കിൽ മാത്രമേ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. തിരിച്ച് റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള ഫിനോമിനെ അവിടെ ഉണ്ടാവില്ല. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ അത് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് തന്നെ പോയിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള ഫിനോമിനൻ നടക്കൂ. ആൻഡ് രണ്ടാമത്തേത്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും വലുതാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. സോ വാട്ട് ആർ ദ ടു കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ദ ഫസ്റ്റ് വൺ, ദ ലൈറ്റ് മസ്റ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് നടക്കത്തുള്ളൂ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും എന്തായിരിക്കണം, വലുതായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ആ 2 പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. ഒന്ന് ഡെൻസറിൽ നിന്ന് റെയറിലോട്ടായിരിക്കണം, രണ്ടാമത് എന്തായിരിക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും മുകളിലായിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ മെസ്സേജസും മറ്റ് കാര്യങ്ങളും, നമ്മൾ ഫോണിലെ മെസ്സേജ് അല്ല, നമ്മളെ ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അല്ലാത്ത കമ്മ്യൂണിക്കേഷനെല്ലാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മളെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്തോടെ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള ഫിനോമിനനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഡയമണ്ടിന് ഇത്രയും ഷൈനിങ് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ പറഞ്ഞു 24 വളരെ ചെറിയ ക്രിട്ടിക്കൽ ആംഗിളാണ്. സോ അതിനകത്ത് ഉൾപ്പെടുന്ന മീൻസ് അതിനകത്തോട്ട് ലൈറ്റ് വരുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. അത്രയും ലൈറ്റ് അതിന് അകത്ത് ട്രാപ്പ് ആവുന്നതുകൊണ്ടാണ് ഡയമണ്ടിന് വളരെ തിളക്കമുള്ളതായി അനുഭവപ്പെടുന്നത്. സോ അതിനെല്ലാം കാരണം എന്താണ്, ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള ഫിനോമിനാണ്. അതേ കണക്ക് തന്നെ നമ്മൾ മിറാഷ് അല്ലെങ്കിൽ മരീചികകൾ, ഈ മരീചികൾ കാണുന്നത് എന്തുകൊണ്ടാണ്, റിഫ്ലക്ഷൻ എന്നുള്ള ഫിനോമിന അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇവിടുന്ന് വരുന്ന ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മരീചികയ്ക്ക് കാരണക്കാരനായതും ആരാണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ളൊരു ഫിനോമിനാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു മരത്തിൻ്റെ അതിൻ്റെ എന്തൊരു നമ്മളല്ലെങ്കിൽ റോഡിലൂടെയൊക്കെ പോകുന്ന സമയം, നല്ല വെയിലുള്ള സമയത്ത് നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ആ റോഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തറയിലിങ്ങനെ ഒരു വെള്ളം കണക്ക് കിടക്കുന്ന കണക്കൊക്കെ നമുക്ക് തോന്നാം അല്ലേ. അതുമെല്ലാം എന്താണ്, ഈ പറഞ്ഞ കണക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിനെയാണ് നമ്മൾ മിറാഷ് എന്ന് വിളിക്കുന്നത്. ആ മിറാഷ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ആ കാര്യങ്ങളും എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡയമണ്ടും ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിൻ്റെ പാർട്സ് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ആ ഫിനോമിനൻ മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഈ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തുള്ള ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. അപ്പോൾ എന്താണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്? അല്ലെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുക. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റിനൊരു വേവ് നേച്ചറുണ്ട് കണ്ടോ. ഇപ്പോൾ ഈ ലൈറ്റ് റേസ് ഇതുണ്ടോ, ഈ ലൈറ്റ് റേ ഇത് കണക്കത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഈ വയലറ്റ് കളറുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് തട്ടി എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിത്തെറിച്ച് പോകുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്കാറ്ററിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. വെൻ ലൈറ്റ് വേവ്സ് ഫാൾസ് ഓൺ ബോഡി സച്ച് എസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓർ വാട്ടർ പാർട്ടിക്കിൾ ഇറ്റ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അത് എന്ത് ചെയ്യും, പല ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും, തട്ടിത്തെറിച്ച് പോകുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്തോണം, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് നമ്മൾ ലൈറ്റിൽ തന്നെ നമുക്ക് വിസിബിൾ ലൈറ്റിൽ നമ്മൾ വിബ്ജിയോർ എന്നാണ്, VIBGYOR വിബ്ജിയോർ. ഓർത്തോണം, ഈ വിബ്ജിയോറിനകത്ത് ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ എല്ലാം ഓറഞ്ച്, റെഡിനകത്തുള്ള വിബ്ജിയോറിനകത്ത് ഈ വയലറ്റിനായിരിക്കും എപ്പോഴും എന്തുള്ള ഏറ്റവും ഷോർട്ടറായിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളത്, ആൻഡ് റെഡിനായിരിക്കും എപ്പോഴും ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ആർക്കാടെ, വയലറ്റ് ലൈറ്റിനാണ് ഷോർട്ടർ വേവ് ലെങ്ത്. അത് കണക്ക് തന്നെ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ആർക്കാണ്, റെഡ് ലൈറ്റിനാണ്. സോ ഓർത്തോണം, ഇപ്പം സ്കാറ്ററിങ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, ആർക്കായിരിക്കും, വയലറ്റ് കളർ ലൈറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് ഉള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചില്ല, അതിൻ്റെ റീസൺ ഇതാണ്. അതിൻ്റെ റീസൺ ഡ്യൂ ടു ദി ഷോർട്ടർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. കണ്ടോ, ലൈറ്റിൻ്റെ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളതുകൊണ്ടാണ്, ലൈറ്റിന് ഷോർട്ടറായിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് അത് മാക്സിമം വേവ് ലെങ്ത് വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ട്രസ്റ്റിൻ്റെയും ക്രഫിൻ്റെയും ലെങ്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാം, തട്ടിത്തെറിപ്പിക്കാൻ പറ്റും. അതായത് ഇവരെ വേവ് ലെങ്ത് ഇങ്ങനെ ആയിരിക്കും, അത് നമുക്ക് റെഡിൻ്റെ വരുവാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി വലുതായിരിക്കും. സോ അതിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസും റെഡിനെ ഒന്നും അത്ര എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല,
സ്കാറ്റർ ചെയ്യിക്കാൻ പറ്റില്ല. സോ അതാണ് ഈ വേവ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർത്താൽ മതി എന്തുകൊണ്ടാണ് വയലറ്റ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്. ഈ പോയിന്റ് മാത്രം ഓർത്താൽ മതി. ഡ്യൂ ടു ഇറ്റ്സ് ഷോർട്ടർ വേവ് ലെങ്ത്. നമ്മളിപ്പോൾ സിഗ്നൽസിലല്ല, നമ്മൾ ഡേഞ്ചർ സിഗ്നൽസിൽ ആരെയാണ് യൂസ് ചെയ്യുന്നത്? റെഡിനെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ റെഡ് എന്ത് ചെയ്യത്തില്ല? സ്കാറ്റർ ചെയ്തില്ല. ഒരുപാട് ദൂരം എന്ത് ചെയ്യും? റെഡ് ലൈറ്റ് ട്രാവൽ ചെയ്യും. അതേ സമയത്ത് ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ റീജിയൻ, വയലറ്റ് ഇൻഡിക്കോ ബ്ലൂവിലെ ആ ബ്ലൂ റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാറ്ററിങ്ങിൽ പെട്ടെന്ന് തന്നെ സ്കാറ്ററിങ് ഇൻവോൾവ് ആവും. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് മെസ്സേജസ് മീൻസ് ഒരു റെഡിൻ്റെ അത്രയും അലാമിംഗ് ആയിട്ട് നമുക്ക് ഒരിക്കലും ബ്ലൂ യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രാഫിക് സിഗ്നൽസിൽ, ഡേഞ്ചർ ലൈറ്റ്സിലും എല്ലാം നമ്മൾ റെഡ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. റെഡ് ലൈറ്റ് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യും. ആരെ കമ്പയർ ചെയ്യുമ്പം? ബ്ലൂ ലൈറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ കാരണം റെഡ് ലൈറ്റിന് ലോങ്ങർ ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ്. ഇറ്റ് ഡു നോട്ട് സ്കാറ്റർ ഈസിലി. എളുപ്പത്തിൽ എന്ത് ചെയ്തില്ല? സ്കാറ്റർ ചെയ്തില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർത്തണം. അതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഇപ്പോൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റിൻ്റെ ഒരുപാട് ഇതാണ്. ഒന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് സൺലൈറ്റിന് രാവിലെ മീൻസ് നമ്മൾ വെളുപ്പാങ്കാലത്ത് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ സണ്ണിന് എന്താണ്? റെഡ് കളറാണുള്ളത്. കാരണം എന്താണ്? അപ്പോൾ ഈ സൺറൈസിൻ്റെ സൺസെറ്റിൻ്റെയൊക്കെ സമയത്ത് ഈ ലൈറ്റ് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തായിരിക്കും വരുന്നത്. ആ ഹൊറൈസണിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ വൈറ്റ് ലൈറ്റ് തന്നെയാണ് ആക്ച്വലി അവിടെ നിന്ന് പുറപ്പെടുന്നത്. ആ വൈറ്റ് ലൈറ്റിനകത്തുനിന്ന് ബ്ലൂ റീജിയൻസ് എല്ലാം എന്ത് ചെയ്യും? ആകാശത്തേക്ക് ഇങ്ങനെ സ്കാറ്റർ ചെയ്യും. കണ്ടോ? ഇവിടുന്ന് ആക്ച്വലി ഈ പറയണക്ക് വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. ആ വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ബ്ലൂ ലൈറ്റിനെ എല്ലാം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്തിട്ട് ആ ബ്ലൂ റീജിയൻ എല്ലാം ഈ അറ്റ്മോസ്ഫിയറിലുണ്ടാവും. ബാക്കി നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന എന്തായിരിക്കും? ആ ഒരു ഓറഞ്ച് റെഡ് റീജിയൻ ആയിരിക്കും. അതുകൊണ്ടാണ് സൺറൈസിന് അല്ലെങ്കിൽ സൺസെറ്റിന് അല്ലെങ്കിൽ സണ്ണിന് പൊതുവേ നമുക്ക് ചുമന്ന കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. ഇപ്പോൾ സൺസെറ്റിനും അല്ലെങ്കിൽ സൺറൈസിനും സൺ appears to be red. Why? Because the blue regions are scattered out and the remaining red color reaches our eyes. കേട്ടോ, ബ്ലൂ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് കളയും, ബാക്കി റെഡ് ആയിരിക്കും നമ്മുടെ കണ്ണിലെത്തുന്നത്. അതുകൊണ്ടാണ് നമുക്കതിനെ റെഡായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇനി സ്കൈ appears to be blue. Why എന്ന് ചോദിച്ചാൽ അതും എന്താണ്? സ്കാറ്ററിംഗ് ഓഫ് ആണ്. ഓഷൻസ് appears to be blue. Why? അതും എന്താണ്? സ്കാറ്ററിംഗ് ആണ്. ഈ സ്കാറ്ററിംഗിനകത്തുള്ള പ്രത്യേകത്തിലുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ടിൻഡാൽ എഫക്റ്റ് എന്താണ്? ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നാണ്. ഇറ്റ് ഈസ് ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സസ്പെൻഷൻസ് അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വെച്ചുള്ള ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതിനകത്ത്. ഈ വൈറ്റ് ലൈറ്റ് നമ്മൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ബ്ലൂ ലൈറ്റ് എല്ലാം കൂടി എന്ത് ചെയ്യും? ഇവിടെ സ്കാറ്റർ ചെയ്ത് അതിന് കൊടുക്കും. ഇതൊക്കെയാണ് ടിൻഡാൽ എഫക്റ്റ് എന്ന്. നമ്മൾ റിയൽ ലൈഫിലും ടിൻഡാൽ എഫക്റ്റ് കണ്ടിട്ടുണ്ട്. ഇതാണ് ടിൻഡാൽ എഫക്റ്റ്. കണ്ടോ? ഒരു വര പോലെ അത് ആ ലൈറ്റ് എന്ത് ചെയ്യും? തട്ടി സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടിൻഡാൽ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ബ്ലൂ കളർ ഓഫ് സ്കൈ, ബ്ലൂ കളർ ഓഫ് ഓഷൻസ്, റെഡ് കളർ ഓഫ് സൺ. ഇതെല്ലാം ആര് കാരണമാണ്? ഈ സ്കാറ്ററിങ് എന്നുള്ള ഫിനോമിനൻ കാരണമാണ്. അപ്പോൾ ഓർത്തോണം, ഇതാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനനാണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മക്കളെ, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പേർഷൻ ഈസ് ഈ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ്. ലൈറ്റ് അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക മക്കളെ? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് വൈറ്റ് ലൈറ്റ് അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആയിട്ട് മാറുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. അതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു പോയിന്റ്, ഇവിടെയും ഈ പറഞ്ഞ കണക്ക് ഒരു പ്രിസത്തിലൂടെ, ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ നമ്മൾ വൈറ്റ് ലൈറ്റ് കടത്തി വിടുവാണെങ്കിൽ ആ വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും? അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയും. ഇതിൽ ഓർത്തോണം, ഈ കൂട്ടത്തിൽ ഏറ്റവും മാക്സിമം ഡീവിയേഷൻ കാണിക്കുന്നത് ആരായിരിക്കും? വയലറ്റ് ആയിരിക്കും കേട്ടോ. വയലറ്റ് ആയിരിക്കും ഇതിൻ്റെ മാക്സിമം ഡീവിയേഷൻ കാണിക്കുന്നത്. ഇവിടുന്ന് വന്ന് വയലറ്റ് ഏറ്റവും താഴെയും റെഡ് ഏറ്റവും മുകളിലുമായിരിക്കും വരുന്നത്. ഓർത്തോണം, ഇവിടെ എക്സും വൈ ഇട്ട് ചോദിച്ചിട്ടുണ്ട് ഏതാണ്. അപ്പം വയലറ്റ് ഏറ്റവും താഴെയും റെഡ് ഏറ്റവും മുകളിലാണ്. ഓർത്തോണം, വയലറ്റ് ഷോസ് ഈ മാക്സിമം ഡീവിയേഷൻ. വയലറ്റ് ആയിരിക്കും മാക്സിമം ഡീവിയേഷൻ കാണിക്കുന്നത്. കാരണം എന്താ? ഡ്യൂ ടു ഇറ്റ്സ് ഷോർട്ടർ വേവ് ലെങ്ത് കേട്ടോ. വയലറ്റിനെ പറ്റിയോ ബ്ലൂവിനെ പറ്റിയൊക്കെ ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അവൻ്റെ ഷോർട്ടർ വേവ് ലെങ്ത് ഉണ്ട്. വേവ് ലെങ്ത് കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് മാക്സിമം സ്കാറ്റർ ചെയ്യുന്നത്. വേവ് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെയാണ് ഇത് മാക്സിമം ഡീവിയേഷനും വരുന്നത്. ഓർത്തോണം, വയലറ്റിനെ പറ്റിയോ ബ്ലൂവിനെ പറ്റിയോ ലൈറ്റിൻ്റെ കേസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ ഡിസ്പേർഷൻ നടക്കുന്നത്, എന്തുകൊണ്ടാണ് കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് കൂടുതൽ ഡീവിയേഷൻ നടക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
എല്ലാത്തിൻ്റെ റീസൺ ഒന്ന് തന്നെ, ഇറ്റ് ഇസ് ഡ്യൂ ടു ഇറ്റ്സ് ഷോർട്ടർ വേവ് ലെങ്ത്. അതിൻ്റെ വേവ് ലെങ്ത് കുറവായതുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, സ്കാറ്ററിങ് നടക്കുന്നത്. പുറത്തോണം ആ കളറിനകത്ത് താഴെ വയലറ്റും മുകളിൽ റെഡും ആയിരിക്കും വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഫിനോമിനൻ ഇങ്ങനെ പഠിച്ചു പോകും. ഇനി ഒരു റെയിൻബോ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ പരിപാടിയാണ് നടക്കുന്നത്. ഇപ്പോൾ റെയിൻബോ എന്ന് പറഞ്ഞാൽ ഇതൊരു റെയിൻബോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. റെയിൻബോയിൽ ഒരുപാട് ഫിനോമിനൻസ് നടക്കുന്നുണ്ട്. റെയിൻബോയിൽ ആദ്യം ലൈറ്റ് അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന എന്ത് വെച്ചായിരിക്കും, ആ റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻ വെച്ചായിരിക്കും ആ റെയിൻബോയിൽ എന്ത് ചെയ്യുന്നത്, ആ ഇത് നടക്കുന്നത്. കണ്ടോ, ഡിസ്പേർഷൻ മുമ്പ് വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും, ആ ബബിളിനകത്തോട്ട് കയറുന്നത് എങ്ങനെയായിരിക്കും, ഇവിടെ റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻ ആയിരിക്കും. കയറി കഴിഞ്ഞാൽ ആ ഒരു വാട്ടർ മോളിക്യൂൾ ഒരു പ്രിസമായിട്ട് ആക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് നടക്കും, ഡിസ്പേർഷൻ എന്നുള്ള ഫിനോമിനൻ നടക്കും. ദെൻ ഇതിനകത്ത് എന്ത് ചെയ്യും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ളൊരു ഫിനോമിനൻ നടക്കും. ആൻഡ് ഏറ്റവും അകത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വീണ്ടും അവിടെ ഒരു എന്ത് നടക്കും, റിഫ്രാക്ഷൻ നടക്കും. സോ ഒരു റെയിൻബോ ഫോർമേഷൻ്റെ സമയത്ത് അവിടെ വരുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റെയിൻബോ ഫോർമേഷൻ്റെ സമയത്ത് അവിടെ എന്തൊക്കെ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഉറപ്പായിട്ടും എന്ത് നടക്കും, റിഫ്രാക്ഷൻ നടക്കും. അവിടെ എന്തൊക്കെ നടക്കും, ഇവിടെ റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഉറപ്പായിട്ടും ഡിസ്പേർഷൻ ഉണ്ട്. കാരണം ഡിസ്പേർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ. പിന്നീട് ഒന്നും കൂടി ഉണ്ട്, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ളൊരു ഫിനോമിനൻ. അപ്പോൾ ഈ 3 ഫിനോമിനാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നടക്കുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ ഉണ്ട്, ഈ പറഞ്ഞ കണക്ക് ഡിസ്പേർഷൻ ഉണ്ട്, പിന്നെ ദെൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ട്. ഇത്രയും പ്രോസസ്സാണ് എന്ത് റെയിൻബോ ഫോർമേഷന് നടക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തോണം, ഈ 3 പ്രോസസ്സും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇനി ലൈറ്റിൻ്റെ കുറച്ച് കളേഴ്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലൈറ്റിൻ്റെ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ള 3 കളറാണ് ഈ ലൈറ്റിൻ്റെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ബേസിക് കളേഴ്സാണ്. ഈ കളേഴ്സിൻ്റെ പല തരത്തിലുള്ള മിക്സിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് കളേഴ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻ മൂലം ഉണ്ടാക്കിയെടുക്കുന്ന കളേഴ്സിനാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മ, ഗ്രീൻ പ്ലസ് റെഡ്, ഇതാ നോക്കുക, ഗ്രീനും റെഡും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, യെല്ലോ കളർ കിട്ടും. ഗ്രീൻ പ്ലസ് റെഡ് ഗീവ്സ് യെല്ലോ. ഗ്രീനും റെഡും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, യെല്ലോ കിട്ടും. ആൻഡ് ദെൻ നിങ്ങൾ നോക്കുക, ഗ്രീൻ പ്ലസ് റെഡ് ഗീവ്സ് യെല്ലോ. ദെൻ അടുത്ത റെഡും ബ്ലൂവും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ മജന്ത കളർ കിട്ടും. ആൻഡ് ബ്ലൂവും ഗ്രീനും കൂടി ചേർന്ന് നമുക്ക് സ്യാൻ എന്ന് പറയുന്നൊരു കളർ കിട്ടും. ഇതും കൂടി ഓർത്തോണം. ഇനി 3 കൂടി ചേരുവാണില്ല, റെഡ് പ്ലസ് ബ്ലൂ പ്ലസ് ഗ്രീൻ, ഇത് 3 കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, വൈറ്റ് കളർ ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇത് പ്രൈമറി കളേഴ്സിൻ്റെ അഡീഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി യെല്ലോയും ബ്ലൂവും കൂടി ചേരുവാണെങ്കിൽ നിങ്ങൾ നോക്കുക, യെല്ലോ ആൻഡ് ബ്ലൂ, കണ്ടോ, യെല്ലോയും ബ്ലൂ, യെല്ലോ എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ യെല്ലോയും ബ്ലൂവും കൂടി ചേരും. കാരണം യെല്ലോ ഇസ് ദി കോമ്പിനേഷൻ ഓഫ് എന്താണ്, റെഡും ഗ്രീനുമാണ്. അപ്പോൾ യെല്ലോയും ബ്ലൂവും ചേരുക എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നോക്കുക, യെല്ലോയും ബ്ലൂവും ചേരുക എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ് പ്ലസ് ഗ്രീൻ വരുവാണ്, ഇവിടെ റെഡും ഗ്രീനും വരുവാണ്. ബ്ലൂവും കൂടി ചേരുമ്പോൾ എന്താവും, അത് വൈറ്റ് ആവും. ഇനി സ്യാൻ പ്ലസ് റെഡ് ഇസിക്കൽ ടു വൈറ്റ്. സ്യാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്. സ്യാൻ എന്ന് പറഞ്ഞാൽ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷൻ. അപ്പോൾ ഗ്രീനും ബ്ലൂവും റെഡും കൂടി ചേർന്നാൽ വീണ്ടും എന്ത് വരും, വൈറ്റ് വരും. ദെൻ അടുത്ത മജന്ത പ്ലസ് ഗ്രീൻ ഇസിക്കൽ ടു വൈറ്റ് എന്ന് പറഞ്ഞാൽ, മജന്ത എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡും ബ്ലൂവും കൂടി ചേർന്നതാണ് മജന്ത. റെഡും ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നാൽ എന്താവും, വൈറ്റ് ആവും. ഇതാണ് പ്രൈമറി കളേഴ്സിൻ്റെ അഡീഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത്രയൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് എഫക്ട്സ് ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതാ നിങ്ങളത് മാത്രം പഠിച്ചു വെച്ചാൽ, ഇതൊക്കെ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. എന്തുകൊണ്ടാണ് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത്, ഡ്യൂ ടു ദി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ. ഡ്യൂ ടു ദി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർസ് ആർ ട്വിങ്ക്ലിംഗ് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്യൂ ടു ദി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ടാണ് സ്റ്റാർസിന് വരുന്നത്. പിന്നെ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദി സ്റ്റാർ. അപ്പോൾ സ്റ്റാർ ആക്ച്വലി ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, സ്റ്റാർ ആക്ച്വലി ഇതാ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ഇതിങ്ങനെ റിഫ്രാക്ഷൻ മൂലം നമ്മളെ കണ്ണ് എത്തിയിട്ട് നമ്മൾ കാണുന്ന ഈ സ്റ്റാർ ആക്ച്വലി ഇവിടെ നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അങ്ങനെ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദി സ്റ്റാർ എവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻസർ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. എൻ്റെ റേ ഡയഗ്രം ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി അഡ്വാൻസ്ഡ് സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ്. ഇപ്പം സൂര്യൻ എന്ന് പറയുന്നത് ഇവിടെ ഉദിക്കുകയാണെന്ന് വിചാരിക്കുക, ഇവിടെ ആണെന്ന് വിചാരിക്കുക. ഈ സൂര്യൻ ഈ ഹൊറൈസണിൻ്റെ മുകളിൽ വരുമ്പോഴേ നമുക്ക് ആക്ച്വലി സൂര്യൻ ഉദിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ സൂര്യനെ നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എർത്തിൽ വെട്ടം എത്തി തുടങ്ങും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എന്ത് മൂലമാണ്, റിഫ്രാക്ഷൻ മൂലമാണ്. അതായത് ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ റിഫ്രാക്ഷൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സൺ എന്ത് ചെയ്യും, ആ 2 മിനിറ്റ് നേരത്തെ ഉദിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് അഡ്വാൻസ് സൺസെറ്റും അഡ്വാൻസ് സൺറൈസും
ഡിലേഡ് സൺസെറ്റും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ എന്ത് തന്നെയാണ് മക്കളെ? ഈ പറഞ്ഞ റിഫ്രാക്ഷനാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കമ്പോ ഇതോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് കമ്പ് ബെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നും. അതിൻ്റെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അതും എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ടാണ് ഈ ഫിനോമിനും സംഭവിക്കുന്നത്. സോ ഇതൊക്കെയാണ് റിഫ്രാക്ഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മക്കളെ ഇത്രയും നേരം നമ്മൾ ഈ പറഞ്ഞ ലൈറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു പാർട്ടിക്കിൾ നേച്ചറാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. ലൈറ്റിന് പല പല ഫിനോമിനൻസ് ഉണ്ട്. ഇനി പാർട്ടിക്കിൾ അല്ലെങ്കിൽ ലൈറ്റിന് ഒരു വേവ് നേച്ചർ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കുന്ന ഫിനോമിനാണ് ഈ പറഞ്ഞ പോലെ ഡിഫ്രാക്ഷൻ എന്നുള്ളൊരു ഫിനോമിനൻ. ഡിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻ, ആ ഫിനോമിനൻ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ +2 സയൻസ് പഠിക്കുന്നവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ ഫിനോമിനൻ എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ദി കോർണേഴ്സ്. അല്ലേ, കോർണേഴ്സിൻ്റെ ഇടയിലുള്ള ബെൻഡിങ് ഓഫ് ലൈറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സച്ച് ദാറ്റ് ഇറ്റ് സ്പ്രെഡ്സ് ഔട്ട് ആൻഡ് ഇലുമിനേറ്റ്സ് ദി ഏരിയ വേറെ ഷാഡോ ഈസ് എക്സ്പെക്റ്റഡ്. അതായത് ഷാഡോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടും. പറഞ്ഞാൽ ഫുള്ള് ഷാഡോ അല്ലാതെ ഇലുമിനേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ബെൻഡിങ് ഓഫ് ലൈറ്റ്. അതായത് ഇതാണ് ഈ ഒരു ഗ്യാപ്പ്. ഇതിനെ നമ്മൾ യങ്സ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ആ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഇത്തരം കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. എന്താണ് ഈ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ദി കോർണേഴ്സ് സച്ച് ദാറ്റ് ഇറ്റ് സ്പ്രെഡ് ഔട്ട്സ് ആൻഡ് ഇലുമിനേറ്റ്സ് ദി ഏരിയ. ഇതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് എന്ന് പറയുന്നത് യങ്സ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, യങ്സ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഇലുമിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട. നമ്മൾ ഈ പറയുന്നത് BSc സയൻസ് ഒന്നും പഠിക്കരുത്. നമ്മുടെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. എന്താണ് എക്സ്പെരിമെൻ്റ്? ആ എക്സ്പെരിമെൻ്റ് എന്തോടെ? യങ്ങിൻ്റെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ്. സോ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഫിനോമിനാണെന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് CD-ക്കകത്തൊക്കെയുള്ള തിളക്കം, CD-ക്കകത്ത് നമ്മൾ കാണുന്ന തിളക്കം, ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞിട്ട് ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ. സിമ്പിൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓർത്തോണം, ഈ ഡിഫ്രാക്ഷൻ അല്ലാതെ മറ്റൊരു ഫിനോമിനും കൂടി ഉണ്ട്. അവനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിനാണ് വിളിക്കുന്നത് ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ തന്നെ തെളിയിക്കുന്ന മറ്റൊരു ഫിനോമിനൻ തന്നെയാണ് ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ 2 ലൈറ്റ് വേവ് ഉണ്ട്. അതായത് ഇതൊരു വേവ് ഉണ്ട്, അതായത് ഇത് മറ്റൊരു വേവ് ഉണ്ട്. സോ ഈ 2 വേവും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ വേവ് ആവാം. അല്ലെങ്കിൽ ഈ വേവിൻ്റെ ക്രസ്റ്റും ഈ 2 കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ വേവായിട്ട് മാറും. അതായത് ഇതുപോലെ വലിയ വേവായിട്ട് മാറും. ഇനി ഇവരുടെ ക്രസ്റ്റും ഇവരുടെ ട്രഫുമായിട്ട് ഇങ്ങനെയാണ് ചേരുന്നതെങ്കിൽ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്തോട്ട് ഇതിലും ഒരു ചെറിയ വേവായിട്ട് ഇത് മാറും. കണ്ടോ? 2 തരത്തിലാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. അത് ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് എന്ന് പറയും, ഒന്നിനെ പറയുന്ന പേര് കൺസ്ട്രക്റ്റീവ് എന്ന് പറയും, 2 ഡിസ്ട്രക്റ്റീവ് എന്ന് പറയും. ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഇവർ തമ്മിൽ ഒരേ ഫേസിലാണെങ്കിൽ, ഇഫ് ദേ ആർ ഓൺ സെയിം ഫേസ്, രണ്ടും ഒരേ ഫേസിലാണെന്ന് പറഞ്ഞാൽ ഇത് ട്രഫും ഇവിടെ ഇതിന് പകരം ഇവിടെ ഇങ്ങനെയുള്ള ഇത് കണക്കുള്ള സെയിം ഫേസിലാണെന്നുണ്ടെങ്കിൽ ഇത് 2 കൂടി ആഡ് ചെയ്ത് ഇവിടെ ഒരു വലിയ വേവായിരിക്കും ഉണ്ടാകും. ഇത് 2 കൂടി ആഡ് ചെയ്ത് ഇവിടെ ഒരു വലിയ വേവായിരിക്കും ഉണ്ടാകും. അതിനാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ്. ഞാൻ ആദ്യം പറഞ്ഞാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് കേട്ടോ. അപ്പോൾ അതൊന്നും വേണം നിങ്ങൾക്ക്. ഇൻ്റർഫെറൻസ് ഇസ് എ ഫിനോമിനൻ ഇൻ വിച്ച് 2 വേവ് സൂപ്പർ ഇമ്പോസസ് ടു ഫോം എ റിസൾട്ടൻറ്റ് വേവ്. അപ്പോൾ 2 വേവ് തമ്മിൽ കൂട്ടിക്കലർന്ന് എന്ത് ചെയ്യും? ഒരു പുതിയ റിസൾട്ടൻറ്റ് വേവ് ഉണ്ടാകുന്ന ആ ഒരു ആ ഒരു ഫോർമേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻ്റർഫെറൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ഇൻ്റർഫെറൻസും ഡിഫ്രാക്ഷനും ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ തെളിയിച്ച കാര്യമാണ്. ലൈറ്റ് ഒരു വേവായിട്ട് ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈറ്റിനൊരു വേവ് നേച്ചർ ഉണ്ടെന്ന് തെളിയിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് ഡിസ്പേർഷനും ഒന്ന് ഇൻ്റർഫെറൻസും. ഈ ഇൻ്റർഫെറൻസിന് 2 വേവ് ഉള്ളതുകൊണ്ട് തന്നെ, 2 ലൈറ്റ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, യങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ്. ആൻഡ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി എന്താണ്? സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഡിഫ്രാക്ഷനും, ഡബിൾ സ്ലിറ്റ് ആണെങ്കിൽ അത് ഇൻ്റർഫെറൻസും ആണ് കേട്ടോ. ഇനി ഓർത്താണ്, ഈ ഡിഫ്രാക്ഷനും ഇൻ്റർഫെറൻസും 2 കൂടി ഒന്നിച്ചായിരിക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ്. സോ അതുകൊണ്ട് ഇതിനെ തമ്മിൽ അങ്ങോട്ട് വേർതിരിച്ച് നടത്തിയെടുക്കാൻ വലിയ പാടായതുകൊണ്ടാണ് ഒന്ന് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടും ഒന്ന് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടും ചെയ്തത്. ഓക്കെ, അതിൻ്റെ എക്സ്പെരിമെൻറ്റ് വളരെ വലുതാണ്. അത് നമുക്ക് അത്രയും ഡീറ്റെയിൽ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് എന്താണ് ഇൻ്റർഫെറൻസ്, ഏത് എക്സ്പെരിമെൻറ്റ്, എവിടെയൊക്കെ കാണുന്നു. ഇനി
ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് നമ്മുടെ ബബിൾസിനകത്തൊക്കെ അല്ലേ, നമ്മൾ ബബിളിൽ അവിടെ ഇവിടെയൊക്കെ ഈ ബബിളിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഒരു ഈ പറഞ്ഞ കണക്ക് എന്താ ബബിളിനകത്തൊരു നമ്മൾ മഴവില്ല് പോലത്തെ ഒരു കളർ നമ്മൾ കാണും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ആ ഒരു ഗ്രീൻ ലൈക്ക് അല്ലെങ്കിൽ ആ ഒരു വയലറ്റ് ലൈക്ക് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പോലെയൊക്കെ. അപ്പം അത്ര ഡീറ്റെയിലായിട്ട് വേണ്ടത് നിങ്ങൾക്ക്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് മീൻസ് ഈ ഒരു ഇതിൻ്റെ ഒരു ഫിലിം പോലെയാണ് ആക്ച്വലി, ഈ തിൻ ഫിലിം പോലെയാണ് ആക്ച്വലി ഈ ഒരു ബബിൾസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബബിളിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഇൻ്റർഫറൻസ് നടക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ഇൻ്റർഫറൻസ് ആണ് കേട്ടോ. അതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് ബബിളിനകത്ത് കാണുന്ന ആ ഒരു ഇതും, പിന്നെ രണ്ടാമത് ഓയിൽ ഫ്ലോട്ടിങ് ഓൺ വാട്ടർ. വെള്ളത്തിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ഈ പെട്രോൾ ഡീസലൊക്കെ പടർന്ന് കിടക്കുവാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ കണക്ക് എന്തുണ്ടാവും, ഒരു മഴവില്ല് പോലത്തെ ഒരു ലെയർ ഉണ്ടാവും. സോ അങ്ങനത്തെ ഉള്ള ലെയറിനെയൊക്കെ മീൻസ് ആ ലെയറിനകത്ത് എന്തുണ്ടാവും, ഈ പറഞ്ഞ പോലെ ഇൻ്റർഫറൻസ് ഉണ്ടാവും. സോ തൽക്കാലം ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് ലൈറ്റ് വേവ്സ് ആണ്. ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും. അത് ഒരേ ഫേസിലാണെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ അത് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. അത് സംബന്ധിച്ച എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഉദാഹരണം ഒന്ന് ഫിലിം ഓഫ് ഓയിൽ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടറും, രണ്ട് എന്താണ് സോപ്പ് ബബിൾസിനകത്തുള്ള ആ ഒരു റെയിൻബോ ടൈപ്പ് കളർ വരുന്നത്. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ലൈറ്റിനെ നമ്മൾ വീണ്ടും അതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തിലോ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിലോ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു സ്പെക്ട്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ അതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തിലോ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിലോ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സ്പെക്ട്രത്തിനെയാണ്. ഇനി നിങ്ങൾ ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ച് വേണം. ആദ്യം റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേസ്. ഓർത്തോണം, അത് റേഡിയോ വേവ്സ്, പിന്നെ മൈക്രോവേവ്, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ വിസിബിൾ, പിന്നെ അൾട്രാവയലറ്റ്, പിന്നെ എക്സ്റേ, പിന്നെ ഗാമ റേസ്. അപ്പോൾ ഈ വിസിബിൾ റീജിയനിലാണ് നമ്മൾ കാണുന്ന വിബ്ജിയോർ വരുന്നത് കേട്ടോ. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നേരെ തിരിച്ചാണ് വരുന്നത്. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, VIBGYOR. അതാ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഇവിടെ റെഡിനാണ് വേവ് ലെങ്ത് കൂടുതൽ. ഇതാ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ വേവ് ലെങ്ത് കൂടുതൽ, ഇവിടെ വേവ് ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു. വയലറ്റിൻ്റെ ഇപ്പുറത്തുള്ള അൾട്രാ വയലറ്റ്, റെഡിന് ഇപ്പുറത്തുള്ള ഇൻഫ്രാറെഡ്. അപ്പോൾ ഈ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേ. അല്ലെങ്കിൽ തിരിച്ചവിടെ നിന്ന് ഇങ്ങനെ ഗാമ റേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ. അപ്പം വേവ് ലെങ്തിൻ്റെ ഡിക്രീസിങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഏതെങ്കിലും ഓരോ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് എന്താണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ രീതിയിൽ അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. അറേഞ്ച് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോണം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ, റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റേഡിയോ കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൂടിയാണ് നമ്മൾ റേഡിയോ വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ഓവൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്ത ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടിനകത്തൊക്കെ ഉള്ള കൺട്രോളിനകത്തൊക്കെ IR റേഡിയേഷനാണ്. IR ബ്ലാസ്റ്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ഇൻഫ്രാറെഡൊക്കെ ഇതിനകത്താണുള്ളത്. പിന്നെ നൈറ്റ് വിഷൻ ക്യാമറയ്ക്കകത്ത് നമ്മൾ ഇൻഫ്രാറെഡിൻ്റെ ആ ഒരു റേഡിയേഷൻ വെച്ചിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഹ്യൂമൻ ബോഡിയൊക്കെ ഈ പറഞ്ഞ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ ആ ഒരു ഇതിലാണ്. അതുകൊണ്ട് ആ ക്യാമറയ്ക്കകത്ത് ഇൻഫ്രാറെഡ് പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ. ദെൻ വിസിബിൾ റേഡിയേഷൻ നമുക്കറിയാം. അൾട്രാവയലറ്റ് റേഡിയേഷൻ നമ്മൾ ചില വാട്ടറൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ UV ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഉള്ള ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്ത എക്സ്റേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കെലിറ്റൻസിൻ്റെയൊക്കെ ആ ഒരു ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്ത ഗാമ റേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേസ് ആണ്. നമ്മളെ ക്യാൻസറിന് റേഡിയേഷൻ തെറാപ്പി പോലുള്ള തെറാപ്പീസിലെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഒരാളെ കൊല്ലാൻ പോലും കഴിവുള്ള ടൈപ്പുള്ള റേഡിയേഷൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഗാമ റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ബോക്സ് നിങ്ങൾക്ക് തരാം, നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ബോക്സല്ല, സോറി, ഞാൻ ഒരു ഇത് വരാം. എന്താ ഈ ഒരു വാല്യൂ നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അതെല്ലാം ഉണ്ട്. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, നാവിഗേഷൻ സിസ്റ്റത്തിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ റഡാർ സിസ്റ്റം, സാറ്റലൈറ്റ് സിസ്റ്റം, സെൽഫോൺസ്, നെറ്റ്വർക്ക്സ്, മൈക്രോ ഓവൻസ്, ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മൈക്രോവേവ് ഓവൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ മൈക്രോവേവ് ആണ്. ദെൻ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നൈറ്റ് വിഷൻ ഡിവൈസസ്, റിമോട്ട് കൺട്രോൾസ്, തെർമൽ ഇമേജിംഗ്, ഇൻഫ്രാറെഡ് ക്യാമറാസ്, ഇതിലെല്ലാം യൂസ് ചെയ്യുന്ന എല്ലാം എന്താണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. ദെൻ വിസിബിൾ റേഡിയേഷൻ നമ്മൾ കാണുന്നതിനും നമ്മൾ നേരിട്ടുള്ള ഫോട്ടോഗ്രാഫിക്കും എല്ലാം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്, LED, LCD ഇതിനകത്തെല്ലാം എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്
വിസിബിൾ ലൈറ്റ് ആണ്. ദെൻ അൾട്രാ വയലറ്റ് റേഡിയേഷൻ യു വി ലാമ്പ് ഫോർ സ്റ്റെറിലൈസേഷൻ അല്ലേ, നമ്മൾ ചില എക്യുപ്മെൻറ്റ് സ്റ്റെറിലൈസ് ചെയ്യാനും അത് ക്യൂർ ചെയ്യാനും കൗണ്ടർ ഫിറ്റ് നോട്ടുകൾ ഡിറ്റക്ട് ചെയ്യാനും അല്ലേ, നോട്ടുകൾ കറക്റ്റാണോ ഡിറ്റക്ട് ചെയ്യാനൊക്കെ അങ്ങനെ ഫ്ലൂറസെൻസ് ഇൻ മൈക്രോസ്കോപ്പി ഇതിനകത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആണ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് ആണ്. എക്സ്റേ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇമേജിങ്, പ്രത്യേകിച്ച് നമ്മുടെ എല്ലുകളുടെയൊക്കെ ഇമേജിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ യൂസ് ചെയ്യുന്നത്. ഗാമ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, റേഡിയോ തെറാപ്പി, ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ, ന്യൂക്ലിയർ റിയാക്ഷൻ, ഈ ഭാഗത്തെല്ലാം നമ്മൾ ഗാമ റേസിനെ പോലുള്ള സ്ട്രോങ് റേസ് ആണ് നമ്മളിവിടെയും ഉപയോഗിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് മക്കളെ നമ്മളെ ഈ പറഞ്ഞ കണക്ക് റിഫ്രാക്ഷൻ എന്നുള്ള ടേം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലെൻസിനെ പറ്റിയും ഹ്യൂമൻ ഐയെ പറ്റിയും നമുക്ക് പഠിക്കാം. സോ തൽക്കാലം ഇത്രയത്തോടുകൂടി നമ്മുടെ റിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കും ബാക്കിയുള്ള ലൈറ്റിൻ്റെ ഫിനോമിനൻസ് ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.